ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ. ഗുഡ് മോർണിംഗ് രാവിലെ ഞായറാഴ്ച ആയതുകൊണ്ട് കൂടുതൽ ആൾക്കൂട്ടമായി പോയി, അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ എത്താം. ഇന്നലെ ഒരു ദിവസം എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ ഇവിടെ എത്തി? ഇന്നലെ ഞാൻ മിക്കവാറും എല്ലാ വേദികളിലും നേരിട്ട് തന്നെ പോവുകയും അവരോട് തന്നെ സംഘാടകരായി നിന്നവരോട് തന്നെ തിരക്കുമ്പോൾ ഒരു പരാതിക്കും ഇടയുള്ള ഒരു പ്രശ്നങ്ങളും ശ്രദ്ധയിൽ വന്നിട്ടില്ല. എല്ലാ വേദികളിലും നല്ല ആൾക്കൂട്ടം കാണികൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. രാത്രി ഇവിടുന്ന് 10 മണിക്ക് ശേഷമാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയത്. പൊതുവിൽ ഫസ്റ്റ് ഡേ ജനങ്ങൾ സ്വീകരിച്ചതിൻ്റെ ലക്ഷണമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പൊതുവിൽ കലാപ്രതിഭകളായി എത്തിയ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ പെർഫോമൻസിന് എല്ലാം നല്ല വിലയിരുത്തലാണെന്ന് മാധ്യമങ്ങളിലും കാണാൻ കഴിയും. അതെ, സംഘടന മാത്രം മികവുറ്റതാണ്, യാതൊരു പിഴവുകളുമില്ലാതെ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളുമുണ്ട്. അത് കൃത്യമായി പ്രതിഫലിക്കുന്നുമുണ്ട് ഈ കഴിഞ്ഞ ഒരു ദിവസം കാണുമ്പോൾ. എങ്കിലും കുട്ടികളുടെ വൈബിനെ കുറിച്ച് എന്താണ് മിനിസ്റ്റർക്ക് പറയാനുള്ളത്? കുട്ടികൾ ഓരോ വർഷം കഴിയുന്നതോറും നമ്മുടെ തലമുറ വളരെ വളരെ മെച്ചപ്പെട്ടതും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും പഠനത്തിലാണെങ്കിലും പാഠ്യേതര വിഷയങ്ങളിലാണെങ്കിലും നല്ല പെർഫോമൻസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭാവി തലമുറ കേരളത്തിന് അഭിമാനകരമായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ നമുക്ക് പല കുറി നമ്മൾ മിനിസ്റ്ററെ കണ്ടു. പക്ഷേ മിനിസ്റ്റർ ഈ ഒരു തിരക്കിലൊക്കെയും ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെയും അടുപ്പിക്കാനുള്ള ആ ഒരു നേതൃനിരയിൽ തന്നെ ഉള്ള ഒരു ആളായതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്കൊക്കെ ഉണ്ടായിരുന്നു. മിനിസ്റ്ററുടെ കലോത്സവ കാല സ്കൂൾ കാല ഓർമ്മകൾ അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ ചോദിച്ചില്ല. പഠനകാലത്തൊക്കെയുമുള്ള ആ ഒരു മെമ്മറിയൊക്കെ എന്തായിരിക്കും? ഞാൻ പഠനകാലത്ത് പ്രസംഗ മത്സരം, അതുപോലെ നാടകത്തിൽ മത്സരത്തിന് ഇങ്ങനെയുള്ള മത്സരങ്ങൾക്ക് പങ്കെടുത്തിട്ടുണ്ട്. സബ് ജില്ല വരെയുള്ള മത്സരങ്ങളിലാണ് എനിക്ക് പങ്കെടുക്കാൻ കഴിയുന്നത്. അതിന് മുകളിലേക്കുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയും. പക്ഷെ ഇന്ന് നാടകമുണ്ട്, കാണാൻ പോകുന്നുണ്ടോ മിനിസ്റ്റർ? സമയത്തിനനുസരിച്ച് ഏതാണോ കലാപരിപാടി കാണാൻ പോകും. ഒരു കാര്യം കൂടി, ഏതെങ്കിലും ഒരു പരിപാടി കാണണം എന്ന ആഗ്രഹം ഉണ്ടോ? പിന്നെ ഇല്ലാത്ത മനുഷ്യരുണ്ടോ? അതല്ല, ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു പരിപാടി ഇന്ന് സംഘം ചെണ്ടമേളം കാണാൻ വേണ്ടി പോയി, പഞ്ചവാദ്യം. അതൊക്കെ നമുക്ക് മലയാളികളെ സംബന്ധിച്ച് ഒരു വൈകാരികമായിട്ടുള്ള ഒരു കലാരൂപമാണല്ലോ. സ്വാഭാവികമായിട്ടും അത്തരം കലാപരിപാടികൾ കാണാൻ, അതുപോലെ നാടോടി നൃത്തം, നാടൻ പാട്ട്, ഇതെല്ലാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതും നമുക്ക് എപ്പോഴും കൂടുതൽ താല്പര്യമുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കും. ഡാൻസ് ആണെങ്കിലും. ഇന്നലെ മിനിസ്റ്റർ ഗുഡ് മോർണിംഗ് കേരളത്തിൽ എത്തിയപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമ്മൾ സംസാരിച്ചത് അത്രയും വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. വെള്ളാർമലയിലെ കുഞ്ഞുങ്ങൾ ആ മെയിൻ വേദിയിലേക്ക് എത്തുന്നു, അവരുടെ നൃത്താവിഷ്കാരം കാണുന്നുണ്ടായിരുന്നു. അത്രത്തോളം അവരെ സ്വീകരിച്ച് അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു എന്ന സന്ദേശം കൂടി നൽകിയാണ് മിനിസ്റ്റർ അവരെ നമ്മൾ യാത്രയാക്കിയിരിക്കുന്നത്. അതെ, ഈ കലോത്സവത്തിൻ്റെ ആദ്യ രംഗം തന്നെ, അതുപോലെ തന്നെ കലോത്സവവുമായി ബന്ധപ്പെട്ട പല വേദികളിലും വയനാടിനെ മറക്കാൻ കഴിയില്ല. ചുരുൾമലയുടെ സംഭവങ്ങൾ വിദ്യാർത്ഥികളും പ്രതിഫലിപ്പിക്കും, സമൂഹവും പ്രതിഫലിപ്പിക്കും. ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട് ഇന്നലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. ഈ കലോത്സവം ഗവൺമെൻറ് നൽകുന്ന സന്ദേശം ഇത് വെറും കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, ഇതിലൂടെ പൊതുസമൂഹത്തിന് മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ് വയനാട്. തീർച്ചയായും മിനിസ്റ്റർക്ക് തിരക്കുണ്ട്, നമ്മളിങ്ങനെ പിടിച്ചു നിർത്താനും കഴിയില്ല. സമയം പാഴാക്കേണ്ടതല്ല, ഒരുപാട് കാര്യങ്ങൾ മിനിസ്റ്റർക്ക് ചെയ്തു തീർക്കാനുണ്ട്, എല്ലായിടത്തും ഓടി എത്താനുണ്ട്. താങ്ക് യു വെരി മച്ച്.